നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരു കൊച്ചു മിടുക്കിയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മോണോ ആക്റ്റുമായിട്ട് തിരുവനന്തപുരത്ത് വന്നു. വെറും കൈയോടല്ല, എ ഗ്രേഡുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മിടുക്കി നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെ പേരെന്താണ്? ഏത് സ്കൂളാണ്? സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. അപ്പോൾ ആ സ്കൂളിന് വേണ്ടി എ ഗ്രേഡ് നേടി. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല സ്വീകരണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെർഫോമൻസിന് പോകുന്നതിന് മുമ്പ് ആരാ ഇത് പഠിപ്പിച്ചിരുന്നത്? സത്യമുദ്ര എന്നാണ് എൻ്റെ മാഷ പേര്. സൂര്യക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതായത് കണ്ണൂരിന്റെ കൈ ഇരിക്കുക കപ്പ് കോഴിക്കോട് നിന്ന് അവർ കൊണ്ടുപോയതാ കഴിഞ്ഞവണെ. ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കോ? കഴിഞ്ഞ വർഷം ഒരു നിർഭാഗ്യവശാൽ അത് പോയെങ്കിലും ഈ വർഷം ഇനി നാളെയൊക്കെ കലോത്സവം ഉണ്ടല്ലോ, മാറും. പൊളിക്കും. അതെ, കോഴിക്കോട് ഒരു വർഷത്തേക്ക് ഒന്ന് കയ്യിൽ കൊടുത്തിരുന്നു. അതെ അതെ, നാളെ പോകുമ്പോഴും നമ്മള് കപ്പും കൊണ്ടാ പോകുന്നത്. അതെ, ഉറപ്പല്ലേ? നമ്മളിവിടെ ഉണ്ട് സ്റ്റോളില്, കപ്പും കൊണ്ട് നേരെ അങ്ങോട്ട് വരണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ നമുക്ക് ആ മോണോക്റ്റിലേക്ക് പോയാലോ? നന്നായിരുന്നു മോളെ. അതായത് സ്റ്റേജില് 3 മൈക്ക് വേണം മോണോ ആക്ടിന്. ആ 3 മൈക്കിന് മുന്നിൽ അവതരിപ്പിച്ച മോണോ ആക്ടാണ് പരിമിതമായ സാഹചര്യത്തിൽ ഇവിടെ അവൾ അവതരിപ്പിച്ചത്. വിഷയം ഏതാണെന്ന് മനസ്സിലായോ? അതെ അതെ, ഏത് വിഷയമായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മോളെ കണ്ടപ്പോൾ മുതൽ നിറഞ്ഞ പുഞ്ചിരി മാത്രമാണ്. ആ മുഖത്ത് വേറെ ഒരു വികാരവും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ പുഞ്ചിരിയല്ല, ഓരോ ഭാവം ഇങ്ങനെ മാറി മാറി വരുവാണ്. സാധാരണ നേരത്തെ ഞാൻ നോക്കിയാണ്, എപ്പോൾ നോക്കിയാലും ചിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് മൂഡ് മാറി, ആ ഒരു രീതിയിലേക്ക് മാറി. അതായത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ മോണോ ആക്ട് ഏകാഭിനയാണ് മോള് പങ്കുവെച്ചത്. കുറേ നാളായിട്ട് നമ്മൾ ഈ ചികിത്സാ പിഴവ് പല ആശുപത്രികളിൽ നിന്ന് വാർത്തകളായിട്ട് വരുന്നു. അത് സീരിയസ് ആയിട്ട് കണ്ട് ആ വിഷയത്തിൽ 6ാം വിരൽ, അതാണ് മോണോ ആക്ടിന്റെ വിഷയം അല്ലെ? അതെ അതെ, പൂർണ്ണമായിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവൾ അവതരിപ്പിച്ച ഭാഗത്ത് നിന്ന് എത്രത്തോളം കഴിവ്, എത്രത്തോളം ഭാവങ്ങളാണ് ആ മുഖത്ത് മിന്നി മാഞ്ഞതെന്ന് കാണാം. ഒരു കാര്യം കൂടി, സിനിമാ നടി അല്ലെങ്കിൽ സിനിമയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. അഭിനയം, അതെനിക്ക് അഭിനയം കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അതിനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. പക്ഷെ കലോത്സവത്തിൽ ഞാൻ 2ാം ക്ലാസ് തൊട്ടിട്ട് മോണോആക്ടിന് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷവും സ്റ്റേറ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ കലോത്സവത്തിലെ മത്സരാർത്ഥികളിൽ ഈ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ച കുട്ടികളൊക്കെ വരുന്നുണ്ട്. അടുത്ത വർഷം നമുക്കൊരു സീരിയൽ നടിയായിട്ട് മോളുടെ പെർഫോമൻസ് കാണാൻ കഴിയും. അതായത് നമ്മുടെ പവന്യയിലേക്കൊരു സിനിമാ നടിയായിട്ട് ഇതുപോലെ മത്സരാർത്ഥിയും കൂടി സിനിമാ നടിയായ മത്സരാർത്ഥിയായിട്ട് വരും. അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, നാളെ ഒരു നടിയായി വരുമ്പോൾ ആദ്യം കലോത്സവത്തിൽ ഈ ആഗ്രഹവുമായി എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഈ ദൃശ്യം അന്ന് വളരെ വിലപ്പെട്ടതായിരിക്കും.